എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത ആഴ്ച വാങ്ങാൻ പറ്റുന്ന കുറച്ച് സ്റ്റോക്കുകളാണ്. ആദ്യത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് റിലയൻസ് പവറാണ്. റിലയൻസ് പവറിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 43 രൂപ 51 പൈസയാണ്. ഇത് നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയിൽ നിൽക്കുന്നൊരു സ്റ്റോക്കാണ്. ഇതിൻ്റെ വീക്ക്ലി ക്യാൻഡിൽ നോക്കുന്ന സമയത്ത് ഒരു ഒബിയിലാണ് വന്ന് നിൽക്കുന്നത്. ബിയറിഷ് ഓർഡർ ബ്ലോക്കിലേക്ക് ഒരു ചെറിയൊരു ഡൗൺ ട്രെൻഡിലേക്ക് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടാൽ മതി. കാരണം ഇതിൽ മന്ത്ലി ക്യാൻഡിൽ നോക്കുന്ന സമയത്ത് ഇത് ഒരു എന്താ പറയുക ഒരു അപ്പ് ട്രെൻഡിലേക്ക് മൂവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. ഓക്കെ, സോ ഇതിൻ്റെ ആദ്യത്തെ ടാർഗറ്റ് ഇനിയും റീച്ച് ആയിട്ടില്ല. സോ നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയിൽ വന്ന് നിൽക്കുകയാണ്. ഓക്കെ, സോ റിലയൻസ് പവർ നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയിൽ നിൽക്കുന്ന സ്റ്റോക്കാണ്. ഈ ഒരു കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ തന്നെ വാങ്ങാം. അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു റീട്രേസ്മെൻറ്റ് വരാൻ മന്ത്ലി ക്യാൻഡിൽ നോക്കുന്ന സമയത്ത് മാർക്കറ്റ് ഓപ്പണിൽ നിന്ന് ആദ്യം ഡൗണിലേക്ക് പോയ ശേഷമാണ് കയറുന്നത്. ഓക്കെ, സോ ഇനിയും മാർക്കറ്റ് താഴെയുള്ള ഒരു പോസിബിലിറ്റി ഇനി നെക്സ്റ്റ് മന്ത് മാത്രമേ വരാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഓൾറെഡി മാർക്കറ്റ് അറൗണ്ട് 8% മൂവ് ആയിട്ടുണ്ട്. സോ ഇനി മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള ഒരു പോസിബിലിറ്റിയാണ് കാണുന്നത്. കാരണം ഇതിൽ ഏകദേശം ഒരു സെപ്റ്റംബറിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 59% റിട്ടേൺ നൽകിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് ഡൗൺ ആയിരുന്നു. ആ ഒരു ഫുൾ ക്യാൻഡലിൻ്റെ ഒരു 90% മാർക്കറ്റ് താഴേക്ക് വന്നിട്ടാണ് കയറിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റെഡ് ക്യാൻഡിൽ ഒരു ഓർഡർ ബ്ലോക്കായിട്ട് വർക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇനി വരും മാസങ്ങളിൽ ഇനിയും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു പോസിബിലിറ്റിയാണ് കാണുന്നത് ഈ ഒരു സ്റ്റോക്കിൽ. ഓക്കെ, അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് MMTC ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്കാണ്. ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 56 രൂപ 88 പൈസയാണ്. ഇതും നല്ലൊരു ഡൗണിന് ശേഷം മാർക്കറ്റ് പതിയെ മുകളിലേക്ക് കയറുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ മന്ത്ലി ക്യാൻഡിൽ എന്ന് പറഞ്ഞത് നോക്കിയാൽ ഏകദേശം മാർക്കറ്റ് ഡൗണിലേക്ക് വന്ന് ആ ഒരു അപ്പ് ട്രെൻഡിലേക്ക് മൂവ് ആവുന്ന ഒരു പൊസിഷനിലേക്ക് വന്ന് നിൽക്കുന്ന ഒരു ടൈമാണ്. ഓക്കെ, 56 റുപ്പീസ് എന്ന് പറയുന്നത് നല്ലൊരു ഡിസ്കൗണ്ട് ലെവലിലുള്ള ഒരു പ്രൈസാണ്. ഓക്കെ, ഇതിൻ്റെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് അറൗണ്ട് എന്താ പറയുക 1300 റുപ്പീസിൽ നിന്ന ഒരു സ്റ്റോക്കായിരുന്നു. അവിടെ നിന്നാണ് മാർക്കറ്റ് നല്ല രീതിയിൽ തന്നെ ഡൗണിലേക്ക് വന്ന് അവിടെ നിന്ന് പതിയെ കയറി വരികയാണ്. ഓക്കെ, ഒരു അപ്പ് ട്രെൻഡ് പോയി ഒരു റീട്രേസ്മെൻറ്റ് വന്നു, വീണ്ടും ഒരു അപ്പ് ട്രെൻഡ് പോയി വീണ്ടും ഒരു റീട്രേസ്മെൻറ്റ് വന്നിരിക്കുകയാണ്. ഓക്കെ, ഇനിയും മാർക്കറ്റ് കയറാനുള്ളൊരു പോസിബിലിറ്റിയാണ് കാണുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇയറിലാണെങ്കിൽ ഒന്നും കൂടി ഇതിൻ്റെയും മുകളിലേക്ക് കയറാനുള്ളൊരു പോസിബിലിറ്റി വളരെ കൂടുതൽ തന്നെയാണ്. ഓക്കെ, സോ MMTC ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്ക് നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയിൽ നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ്. ലോങ് ടേം ഹോൾഡ് ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ് MMTC ലിമിറ്റഡ്. ഓക്കെ, അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് യെസ് ബാങ്ക് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 20 രൂപ 87 പൈസ. ഇതും നല്ലൊരു ഡൗൺ ട്രെൻഡിന് ശേഷം മാർക്കറ്റ് ഒന്ന് റീട്രേസ്മെൻറ്റ് എന്ന രീതിയിലേക്ക് നല്ല രീതിയിൽ തന്നെ താഴേക്ക് ഇറങ്ങി വീണ്ടും മുകളിലേക്ക് പോയ ശേഷം തിരിച്ച് റീട്രേസ്മെൻറ്റ് എന്ന രീതിയിലേക്ക് മാർക്കറ്റ് വന്ന് അവിടെ നിന്ന് പതിയെ കയറുന്നുണ്ട്. ഈ ഒരു 13 ഡേയ്സ് കൊണ്ട് തന്നെ ഏകദേശം ഒരു 17% റിട്ടേൺ ഓൾറെഡി നൽകിയിട്ടുണ്ട്. ബട്ട് മാർക്കറ്റ് ഇനിയും മുകളിലേക്ക് പോകാനുള്ള ഒരു പോസിബിലിറ്റിയാണ് കാണുന്നത്. ലോങ് ടേമിന് നല്ലൊരു സ്റ്റോക്ക് തന്നെയാണ്. ഓക്കെ, യെസ് ബാങ്ക് എന്ന് പറയുന്നത് ഓൾറെഡി ഡിസ്കൗണ്ട് ലെവലിൽ നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് മാക്സിമം എത്ര ഷെയർസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം. യെസ് ബാങ്ക് ഇപ്പോൾ വാങ്ങുന്നത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഓക്കെ, ഏറ്റവും ടോപ്പിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ലത് ഡിസ്കൗണ്ട് ലെവലിൽ എത്തി നിൽക്കുന്ന സമയത്ത് വാങ്ങുന്നതിനാണ് ഏറ്റവും നല്ലത്. ആൻഡ് ഈ യെസ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് നോക്കുന്ന സമയത്ത് SBI ഏറ്റെടുത്ത ഒരു ബാങ്കിങ് സെക്ടർ കൂടിയാണ് യെസ് ബാങ്ക്. സോ തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രീമിയം കൂടാനുള്ളൊരു പോസിബിലിറ്റി കൂടുതൽ തന്നെയാണ്. ഓക്കെ, അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ലിമിറ്റഡ് എന്ന് പറയുന്നൊരു സ്റ്റോക്കാണ്. ഇതിന് മുമ്പ് പറഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഏകദേശം ഒരു 50 റുപ്പീസിൻ്റെ ആ ഒരു റേഞ്ചിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് അവിടെ നിന്ന് കയറുന്ന വിചാരിച്ചത്, പക്ഷേ തിരിച്ച് മാർക്കറ്റ് വീണ്ടും നല്ല രീതിയിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. സോ ഇത് ഒരു ആവറേജ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. പഴയ ആൾക്കാർക്ക് പുതിയതായിട്ട് വാങ്ങുന്നവർക്ക് ബെറ്റർ ഓപ്ഷൻ തന്നെയാണ്. ബൈയിങ് റേഞ്ചിൽ നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ്. 30 റുപ്പീസ് എന്ന് പറയുന്നത് നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയിൽ നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ്. ഡിസ്കൗണ്ട് ലെവലിലുള്ളൊരു സ്റ്റോക്കാണ്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ലാസ്റ്റ് മന്തിൻ്റെ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഓപ്പൺ 24 രൂപ 59 പൈസ, അതുപോലെ ലോ എന്ന് പറയുന്നത് 24 രൂപ 59 പൈസ. ഓക്കെ, വിൽക്കുന്ന രീതിയിൽ വന്നിട്ടില്ല. ഓക്കെ, ഒരു ബോഡി വന്നിട്ട് ഓപ്പണിങ്ങും അതുപോലെ ലോ രണ്ടും സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സെല്ലേഴ്സ് എന്ന രീതിയിലേക്ക് ഈ ഒരു ക്യാൻഡിലിൽ കാണുന്നില്ല. ഓക്കെ, ബയേഴ്സാണ് കൂടുതലുള്ളത്. സോ മാർക്കറ്റ് ഇനി കയറിപ്പോകാനുള്ളൊരു പോസിബിലിറ്റിയാണ് കാണുന്നത്. കഴിഞ്ഞ മാസം ഒരു 18% റിട്ടേൺ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഈ മാസം ഏകദേശം 3.4% റിട്ടേൺ വന്നിട്ടുണ്ട്. ബട്ട് ഇനിയും മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ളൊരു പോസിബിലിറ്റി കാണുന്നുണ്ട്. സോ ഇപ്പോൾ ബൈ ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. മാർക്കറ്റ് കയറാനുള്ളൊരു പോസിബിലിറ്റി തന്നെയാണ്. ഓക്കെ,
ഇതിൻ്റെ ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിലും ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നൽകി ഒരു റീട്രേസ്മെൻറ്റ് എന്ന രീതിയിലേക്ക് മാർക്കറ്റ് വന്ന് ആ ഒരു OBയിലേക്ക് മാർക്കറ്റ് വന്നിട്ട് കയറുകയാണ്. ഇവിടെയുള്ള ആ ഒരു ലിക്വിഡിറ്റി ടേക്ക് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന രീതിയിൽ ഈ 2 ലിക്വിഡിറ്റിയും ടേക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇനി ഇവിടെയുള്ള ഇതെല്ലാം ഒരു ലിക്വിഡിറ്റി ഏരിയസാണ്. ഓരോ ഓർഡർ ബ്ലോക്കും ലിക്വിഡിറ്റി ഏരിയസാണ്. സോ ഇവിടുത്തെ ലിക്വിഡിറ്റീസ് എല്ലാം ടേക്ക് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി വളരെ കൂടുതലാണ് ഇനി വരും ദിവസങ്ങളിൽ. ഓക്കെ, ലോങ് ടേമിന് നല്ല സ്റ്റോക്ക് തന്നെയാണ്. 30 റുപ്പീസ് എന്ന് പറയുന്നത് ഒരു ഡിസ്കൗണ്ട് ലെവൽ, നല്ല രീതിയിൽ തന്നെ ഡിസ്കൗണ്ട് ലെവലുള്ള സ്റ്റോക്കാണ്. ഓക്കെ, ഇതിൻ്റെ ഇനീഷ്യലി ഉണ്ടായിരുന്ന ആ ഒരു ഓപ്പണിംഗ് സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു ബേസ് വാല്യൂ അല്ല ഇപ്പോൾ ഉള്ളത്. അതിൽ നിന്നും ഒരുപാട് ഡൗണിൽ നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ്. ഓക്കെ, സോ നല്ല രീതിയിൽ തന്നെ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു സ്റ്റോക്കാണ് ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക്. ഓക്കെ, സോ ഈ 4 സ്റ്റോക്കാണ് നമ്മളിപ്പോൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്, സ്വിംഗ് ട്രേഡിങ്ങിന് പറ്റിയ സ്റ്റോക്കുകൾ. ഇത് 4ഉം ലോങ് ടേമിന് നല്ല സ്റ്റോക്ക് തന്നെയാണ്, സ്വിംഗ് ട്രേഡിങ്ങിന് നല്ല സ്റ്റോക്കാണ്. പെർസെൻറ്റേജ് ലെവലിൽ മാത്രം നോക്കിയിട്ട് എടുക്കുന്നവർക്ക് വെയിറ്റ് ചെയ്ത് ഹോൾഡ് ചെയ്ത് ആ ഒരു നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പെർസെൻറ്റേജ് അച്ചീവ് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യാം. അതല്ല ലോങ് ടേമിൽ വെയിറ്റ് ചെയ്യുന്നവർക്കും നല്ലൊരു എന്താ പറയുക ബൈയിങ് സ്റ്റോക്ക് തന്നെയാണ് ഈ 4 സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മളിപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ സ്റ്റോക്കുകൾ മാത്രം ആണ് നമ്മളിപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കറൻസി ഫോറക്സ് മാർക്കറ്റിലെ കറൻസി പെയേഴ്സിൽ വരുന്ന സ്വിംഗ് ട്രേഡിംഗ് ആയിട്ടുള്ള ബെസ്റ്റ് പെയേഴ്സ് അടുത്തൊരു വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റുമായിട്ട് എത്താം. താങ്ക് യു.